So today we will be covering previous year questions from module 2. Module 1 already discuss ചെയ്തായിരുന്നു and അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. ആൻഡ് മൊഡ്യൂൾ വൈസ് കവറേജ് ആണ്, അതായത് ഇന്ന് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ന്യൂ സിലബസ്. സോ ന്യൂ സിലബസിൽ ഫ്രിക്ഷൻ ആൻഡ് ബീം റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനാണ്, ആ പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഇസ് ഡിസംബർ 2019 പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി അനാലിസിസ് ഓഫ് ഫോഴ്സസ് ആക്ടിംഗ് ഓൺ എ വെഡ്ജ് വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഓക്കെ, സോ വെഡ്ജ് ഫ്രിക്ഷൻ്റെ അനാലിസിസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ നോക്കാം. ആൻഡ് യു ഓൾ നോ വാട്ട് ഇസ് എ വെഡ്ജ്. ഓക്കെ, വെഡ്ജ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഇസ് എ സ്മോൾ ട്രയാങ്കുലർ അല്ലെങ്കിൽ ട്രപ്പിസോഡൽ പീസ് ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് ഹെവി ഒബ്ജക്ട്സ്. ഓക്കെ, ഒന്നെങ്കിൽ ഹെവി ഒബ്ജക്ട്സ് ലിഫ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പൊസിഷൻ കറക്റ്റ് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ഹെവിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ വെഡ്ജസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സോ ഈ വെഡ്ജ് വെച്ച് മൂവ് ചെയ്യാൻ നേരത്ത്, ഓക്കെ, വെഡ്ജ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ നേരത്ത് എന്താ പറ്റുന്നത്? ദിസ് ഹെവിയർ ഒബ്ജക്ട് വിൽ ബി ലിഫ്റ്റഡ് അപ്വേർഡ്സ്. ഓക്കെ, ആൻഡ് വെൻ കമ്പയർഡ് ടു ദിസ് ഒബ്ജക്റ്റ്, വെഡ്ജിൻ്റെ സൈസ് ഭയങ്കര സ്മോൾ ആണ്. ഓക്കെ, അതായത് നമുക്ക് വെഡ്ജിൻ്റെ വെയിറ്റ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ആസ് കമ്പയർഡ് ടു ദ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എനി മെഷീൻ, ഓക്കെ, ഇറ്റ് ക്യാൻ ബി എക്യുപ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ഹെവി വെഹിക്കിൾസ്, ഓക്കെ, അല്ലെങ്കിൽ വെഹിക്കിൾസ് ആകാം. സോ all those are heavier objects when compared to the wedge. Okay, so we can neglect the weight of the wedge. So ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, this is how okay, so this is a wedge and this is how the wedge is going to lift this block. അപ്പോൾ ഈ വെഡ്ജ് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ഈ ഒരു ബ്ലോക്ക് മേളിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, along this surface. സോ നമുക്കത് നോക്കാം. ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് മൂവിങ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരത്ത്, ഓക്കെ, അണ്ടർ ദിസ് ആക്ഷൻ ഓഫ് ദി ഫോഴ്സ് വെഡ്ജ് ഹൊറിസോണ്ടലി മൂവ് ചെയ്യും. ഓക്കെ, ആൻഡ് വെഡ്ജ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ദിസ് ബ്ലോക്ക് വിൽ ബി ലിഫ്റ്റഡ് അപ്വേർഡ്സ്. ഓക്കെ, സോ ഈ ഒരു ബ്ലോക്ക് ഹെവിയർ ബ്ലോക്ക് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇതിന് വേർട്ടിക്കൽ മൂവ്മെൻറ്റ് മാത്രമാണ്. ഓക്കെ, വെഡ്ജ് ഇറ്റ് ഈസ് യൂസ് ടു ലിഫ്റ്റ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ വേർട്ടിക്കൽ മോഷൻ മാത്രമാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ഒബ്ജക്റ്റിന് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ മോഷൻ ഉണ്ടായിരിക്കില്ല. ബിക്കോസ് വെഡ്ജ് ഒരു സ്മോളർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ്. ആ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഈ ഒരു ഹെവിയർ ഒബ്ജക്റ്റ് നമുക്ക് ഹൊറിസോണ്ടലി മൂവ് ചെയ്യാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ ലിഫ്റ്റ് ദം വേർട്ടിക്കലി. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ മോഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു പാർട്ട് ഫിക്സ്ഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് പാർട്ട് ഇസ് ഫിക്സ്ഡ്. ആൻഡ് ഇപ്പോൾ ഇത് എങ്ങനെ അനലൈസ് ചെയ്യാമെന്ന് നോക്കാം. അതായത് ഇതിൽ ഏതൊക്കെ ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ വെയിറ്റ് ഓഫ് ദിസ് ബ്ലോക്ക് ആൻഡ് വെഡ്ജിൻ്റെ വെയിറ്റ് നെഗ്ലക്റ്റ് ചെയ്യാണ്. ഓക്കെ, ദെൻ അഗെയിൻ വെയിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് റിയാക്ഷൻസ്. സോ റിയാക്ഷൻസ് എവിടേക്കാണ് ആക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വി ഹാവ് ടു മാർക്ക് ദി സർഫസസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെ സർഫസസ് ആണ് ഉള്ളത്? വൺ ഈസ് ദിസ് സർഫസ്. ഓക്കെ, ആൻഡ് അടുത്തത് ഈ ഒരു സർഫസ്, അതായത് ഈ ഒരു ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദിസ് ബ്ലോക്ക് ആൻഡ് വെഡ്ജ്. പിന്നെ ഈ വെഡ്ജ് റെസ്റ്റ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ സർഫസ്. അങ്ങനെ 3 സർഫസസ് ആണുള്ളത്. അപ്പോൾ ഈ 3 സർഫസിലും സർഫസ് റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ സർഫസ് റിയാക്ഷൻസ് മാർക്ക് ചെയ്യുക R1, R2 ആൻഡ് R3. ആൻഡ് നമുക്കറിയാം റിയാക്ഷൻസ് വിൽ ഓൾവേസ് ആക്ട് നോർമൽ ടു ദ സർഫസ്. അപ്പോൾ നോർമലായിട്ട്, ഓക്കെ, 90 ഡിഗ്രീസിലാണ് റിയാക്ഷൻസ് മാർക്ക് ചെയ്യേണ്ടത്. അഗെയിൻ നെക്സ്റ്റ് ഇസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാകും. ഓക്കെ, ഈ ഫ്രിക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ്, വാട്ട് ഇസ് ദാറ്റ്? Magnitude of friction is mu into r. Okay, mu എന്ന് വെച്ചാൽ coefficient of friction into reaction. Okay, so ഓരോ സർഫസിനും ടാൻജൻഷ്യൽ ആയിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സും ഡെവലപ്പ് ആവും. ആൻഡ് ഫ്രിക്ഷൻ ഫോഴ്സ് എപ്പോഴും മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വെൻ വി ആർ കൺസിഡറിങ് ദിസ് പെർട്ടിക്കുലർ ബ്ലോക്ക്, ഈ ഒരു ബ്ലോക്ക് കൺസിഡർ ചെയ്യാൻ നേരത്ത് നമുക്കറിയാം ഈ ബ്ലോക്ക് അണ്ടർ ദി ആക്ഷൻ ഓഫ് ദി വെഡ്ജ്, ഓക്കെ, ഈ ബ്ലോക്ക് മേളിലേക്കാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ലിഫ്റ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഹാവിങ് ആൻ അപ്വേർഡ് മോഷൻ. സോ ഇങ്ങനെ ഒരു അപ്വേർഡ് മോഷൻ ഉണ്ടാകുമ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഡൗൺവേർഡ്. ഓക്കെ, ഡൗൺവേർഡ് ആയിരിക്കും ആൻഡ് അലോങ് ദിസ് സർഫസ്. സോ ഫ്രിക്ഷൻ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? mu1 r1. ഓക്കെ, mu1 r1. അഗെയിൻ
നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സർഫസ് എടുക്കുക. സോ ഈ ഒരു സർഫസ് എടുക്കാൻ നേരത്ത് ഈ ഒരു സർഫസിൽ മോഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ വെഡ്ജും ഈ ബ്ലോക്കും രണ്ടും മൂവ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? സോ വെൻ കമ്പയർഡ് ടു ദ വെഡ്ജ്, ഓക്കെ, അല്ലെങ്കിൽ റിലേറ്റീവ് ടു ദിസ് വെഡ്ജ്, ഈ ഒരു ബ്ലോക്ക് എങ്ങോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്? മേളിലേക്ക്. ഓക്കെ, ഐ വിൽ ഷോ യു ദാറ്റ്. സോ നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം ഈ ഒരു ബ്ലോക്ക്, ഓക്കെ, റിലേറ്റീവ് ടു ദിസ് വെഡ്ജ് ഇറ്റ് ഈസ് മൂവിങ് അപ്വേർഡ്. ഓക്കെ, ഈ ഒരു സർഫസിൽ നോക്കിയാൽ അറിയാം വെഡ്ജ് ഇസ് മൂവിങ് ദിസ് ബ്ലോക്ക് ഇസ് മൂവിങ് അപ്വേർഡ്. ഓക്കെ, ആൻഡ് വെഡ്ജ് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? ഡൗൺവേർഡ്. ഓക്കെ, ഈ ഒരു സർഫസിന് എലോങ് ആയിട്ട്. അപ്പോൾ ഈ ഒരു സർഫസിന് എലോങ് ആയിട്ട് രണ്ട് ടൈപ്പ് മോഷൻ ഉണ്ട്. വൺ ഇസ്, അതായത് ബ്ലോക്കിൻ്റെ മോഷൻ അപ്വേർഡ്സും ഈ വെഡ്ജ് ഇങ്ങനെ ഡൗൺവേർഡുമാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, വെൻ വി ആർ സീയിങ് ദിസ് സർഫസ്, ദിസ് ഇൻ്റർഫേസ്. ഓക്കെ, സോ അങ്ങനെ നോക്കാൻ നേരത്ത് ഇവിടെ എങ്ങനെ വരും? ദ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഓക്കെ, സോ ഈ ബ്ലോക്ക് ദറ്റ് ഈസ് മൂവിങ് അപ്വേർഡ്, സോ ഫ്രിക്ഷൻ വിൽ ബി ഡൗൺവേർഡ്. ഓക്കെ, സോ ഡൗൺവേർഡ് ആയിരിക്കും ഫ്രിക്ഷൻ μ2 R2. ഓക്കെ, μ1 R1 μ2 R2. ഓക്കെ, μ2 എന്ന് എഴുതണം. ആൻഡ് ദെൻ ഓക്കെ, ആൻഡ് ഈ വെഡ്ജ് എങ്ങോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്? വെഡ്ജ് ഡൗൺവേർഡ് ആണ് മൂവ് ചെയ്യുന്നത്. സോ വെഡ്ജിൻ്റെ ഈ സർഫസിന് ലോങ് ആയിട്ടുള്ള ഫ്രിക്ഷൻ എങ്ങോട്ട് വരും? μ2 R2. ഓക്കെ, ഓപ്പോസിറ്റ്, അതായത് അപ്വേർഡ് വരും. അഗെയിൻ നെക്സ്റ്റ് ഇസ്, നമുക്കറിയാം ഈ വെഡ്ജിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കാൻ നേരത്ത് വെഡ്ജ് ഇസ് മൂവിങ് ടു ദി ലെഫ്റ്റ്. ഈ ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ നിന്ന് വെഡ്ജ് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി അലോങ് റൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സർഫസ് നോക്കാൻ നേരത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി റൈറ്റ് സൈഡ്. അപ്പോൾ ഇങ്ങനെ മൂന്ന് സർഫസിലും നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സും അതുപോലെ റിയാക്ഷൻസും മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. പിന്നെ വെയിറ്റും ദെൻ ദി അപ്ലൈഡ് ഫോഴ്സ് പി. ഓക്കെ, സോ ഈ ഫോഴ്സസ് മാർക്ക് ചെയ്യുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അനാലിസിസ് എളുപ്പമുണ്ട്. അതായത് നമുക്കറിയാം അനാലിസിസ് ചെയ്യാൻ നേരത്തെ എന്താ ചെയ്യുന്നത്? ഓരോ ബ്ലോക്കും ഇൻഡിവിജ്വലായിട്ട്, ഓക്കെ, ഓരോ ബ്ലോക്ക്, അതായത് ഫസ്റ്റ് ഈ ഒരു ബ്ലോക്ക് കൺസിഡർ ചെയ്യും, ദെൻ വിൽ ബി കൺസിഡറിങ് ദിസ് വെഡ്ജ്, അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് റിസോൾവ്. സോ ഫസ്റ്റ് ഈ ബ്ലോക്ക് കൺസിഡർ ചെയ്യുക. ആൻഡ് ദിസ് ബ്ലോക്ക് ഈസ് റെസ്റ്റിംഗ് ഓവർ ദിസ് ഇൻക്ലൈൻഡ് സർഫസ്, അല്ല വെഡ്ജിൻ്റെ ഇൻക്ലൈൻഡ് സർഫസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുക. ഓക്കെ, ആൻഡ് റിസോൾവിങ് ദി ഫോഴ്സസ്. അപ്പോൾ ഈ ബ്ലോക്കിൽ ഏതൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്? വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, ദെൻ റിയാക്ഷൻ, രണ്ട് സർഫസിലും റിയാക്ഷൻ, ആൻഡ് രണ്ട് സർഫസിലും ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, സോ അഗെയിൻ നമ്മളുടെ സ്റ്റാറ്റിക്സിൽ സൈൻ കൺവെൻഷൻ പഠിച്ചിട്ടുണ്ട്. ദറ്റ് ഈസ് റൈറ്റ് സൈഡും അതുപോലെ അപ്വേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവ് ആൻഡ് ലെഫ്റ്റ് ആൻഡ് ഡൗൺവേർഡ്സ് ആണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, സോ സൈൻ കൺവെൻഷൻസ് അപ്ലൈ ചെയ്യുക. സോ ഫസ്റ്റ് നമ്മൾ വേർട്ടിക്കലി റിസോൾവ് ചെയ്യാൻ നേരത്ത് വി ഗെറ്റ് ദിസ് ഇക്വേഷൻ. ഓക്കെ, വേർട്ടിക്കലി റിസോൾവ് ചെയ്യാൻ നേരത്തുള്ള ഫോഴ്സസ് W ആക്ടിങ് ഡൗൺവേർഡ്സ്, μ1 R1 ആക്ടിങ് ഡൗൺവേർഡ്സ്. പിന്നെ ഇവിടെ R2 ഉണ്ട്. R2 നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ് us കൺസിഡർ ഈ ഒരു ആംഗിൾ ആൽഫ എന്ന് കൺസിഡർ ചെയ്യുക. ഈ വെഡ്ജിൻ്റെ ആംഗിൾ ആൽഫ. ഓക്കെ, സോ വെഡ്ജിൻ്റെ ആംഗിൾ ആൽഫ ആണെങ്കിൽ റിയാക്ഷനും ഈ വേർട്ടിക്കലും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും എന്ത് തന്നെയായിരിക്കും? ആൽഫ തന്നെയായിരിക്കും. ഓക്കെ, ആൻഡ് അതേപോലെ ഈ ഒരു ആംഗിൾ ആൽഫ ആണെങ്കിൽ ഈ സർഫസും ഈ ഹൊറിസോണ്ടലും, ഓക്കെ, അത് തമ്മിലുള്ള ആംഗിളും എന്ത് തന്നെയാണ്? ആൽഫയാണ്. സോ വി ആർ ഗെറ്റിംഗ് ദീസ് ടു ആംഗിൾസ്. സോ ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് റിസോൾവ് ചെയ്യാം. ഓക്കെ, അതായത് R2 നമുക്ക് ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. അതുപോലെ μ2 R2 ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെയുള്ള ഫോഴ്സസ്, വേർട്ടിക്കൽ ഫോഴ്സസ് എന്തൊക്കെ വരും? W μ1 R1 R2 cos alpha and μ2 R2 sin alpha. ഓക്കെ, μ2 R2 sin alpha താഴേക്കും ആൻഡ് R2 cos alpha മേളിലേക്കും. ഓക്കെ, സോ ഒരു ഫോഴ്സാണ് അപ്വേർഡ്. സോ R2 cos alpha മാത്രം പോസിറ്റീവ്, ബാക്കി മൂന്ന് ഫോഴ്സസും ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ. ഓക്കെ, സോ ദിസ് ഈസ് ദി ഫസ്റ്റ് ഇക്വേഷൻ. അഗെയിൻ ഇത് നമ്മൾ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുക. ഓക്കെ, ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഏതൊക്കെ വരും? R1, ദെൻ μ2 R2ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആൻഡ് R2ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ഓക്കെ, സോ റൈറ്റ് സൈഡിലാണെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക, ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സസ്, ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സസ് നെഗറ്റീവ് എടുക്കുക. ഓക്കെ, സോ R1 പോസിറ്റീവ്, μ2 R2 cos alpha that is negative and R2 sin alpha negative. ഓക്കെ, അത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് വരും. അഗെയിൻ നമ്മൾ വെഡ്ജ് കൺസിഡർ ചെയ്യുക. ദിസ് വെഡ്ജ് ഇസ് റെസ്റ്റിംഗ് ഓൺ ദിസ്
സർഫസ്. ഓക്കെ, സോ സർഫസും വെഡ്ജും കൺസിഡർ ചെയ്യുക. ആൻഡ് വെഡ്ജിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഈ μ2r2 എങ്ങോട്ടേക്കായിരിക്കും? മേളിലേക്കായിരിക്കും. ഓക്കെ, ബിക്കോസ് റിലേറ്റീവ് ടു ദിസ് ബ്ലോക്ക് ദ വെഡ്ജ് ഇസ് മൂവിങ് ഡൗൺവേർഡ്സ് അലോങ് ദിസ് സർഫസ്. ഓക്കെ, അപ്പം അത് വെച്ചിട്ട് μ2r2 upwards. ആൻഡ് ആംഗിൾ നമുക്കറിയാം, ഈ ആംഗിൾ ആൽഫ ആണെങ്കിൽ ഓക്കെ, സോ ഇഫ് ദിസ് ആംഗിൾ ഈസ് ആൽഫ ദെൻ ദിസ് ആംഗിൾ ഈസ് ഓൾസോ ആൽഫ. ഓക്കെ, എഗെയിൻ ഈ ആംഗിൾ അതുപോലെ തന്നെ R2 ആൻഡ് വേർട്ടിക്കൽ മേക്ക് ചെയ്യുന്ന ആംഗിളും ആൽഫ തന്നെയാണ്. ഓക്കെ, സോ വി ആർ ഗെറ്റിംഗ് ഇറ്റ് ലൈക്ക് ദിസ്. സോ ഇവിടെ ഫസ്റ്റ് ഹൊറിസോണ്ടലി ആൻഡ് ദെൻ വേർട്ടിക്കലി. ഓക്കെ, അതിപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതായത് ആദ്യം ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യണം എന്നിട്ടേ വെർട്ടിക്കലി റിസോൾവ് ചെയ്യാമെന്നുള്ളൂ, അങ്ങനെയൊന്നുമില്ല. യു ക്യാൻ റിസോൾവ് ചെയ്ത് ഹൊറിസോണ്ടലി ഓർ വേർട്ടിക്കലി. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യാൻ നേരത്ത് P ദെൻ μ3r3 then μ2r2 ന്റെ horizontal component and r2 ന്റെ horizontal component. Okay, so we are getting an equation like this. Then vertically resolve ചെയ്യുക, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 4 ഇക്വേഷൻസ് എഴുതാൻ നേരത്താണ് നമ്മൾ വെഡ്ജ് ഫ്രിക്ഷൻ കംപ്ലീറ്റ് അനാലിസിസ് കഴിയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതേപോലെ തന്നെ ലാഡർ ഫ്രിക്ഷനും ചോദിക്കാം. സോ സ്റ്റഡി ബോത്ത് ഓഫ് ദാറ്റ്. So next question, a simply supported beam AB of span 4 meter. Okay, so ഒരു beam ഉണ്ട് AB and that span എന്ന് വെച്ചാൽ ലെങ്ത്. ഓക്കെ, ലെങ്ത് 4 meter ആണ്. സോ ഇങ്ങനെ, ആൻഡ് ഇറ്റ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് എന്ന് വെച്ചാൽ 2 സപ്പോർട്ട്സും സിമ്പിൾ സപ്പോർട്ട്സ് ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ക്യാരിയിങ് എ പോയിന്റ് ലോഡ് 10, 6 and 4 at 1 meter, 2 meter and 3 meter respectively from support A. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് എയിൽ നിന്ന് 1 meter, 2 meter and 3 meterൽ 10, 6 and 4 ന്യൂട്ടൺ കൊടുക്കുകയാണ്. അതായത് 1 meterൽ 10 ന്യൂട്ടൺ, ഓക്കെ, 6ൽ 2 meter മാറി 6 ന്യൂട്ടൺ ആൻഡ് 3 meter മാറി 4 ന്യൂട്ടൺ. അഗെയിൻ കാൽക്കുലേറ്റ് റിയാക്ഷൻസ് അറ്റ് സപ്പോർട്ട് എ ആൻഡ് ബി. എയിലും ബിയിലും റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് RA ആൻഡ് RB കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ സിമ്പിൾ സപ്പോർട്ട് നമ്മളിവിടെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ മാർക്ക് ചെയ്യാത്ത കാരണം ഇവിടെ ഇപ്പോൾ നമുക്ക് വേർട്ടിക്കൽ ഫോഴ്സസ് മാത്രമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. സോ റിയാക്ഷൻ ഓക്കെ, അപ്പോൾ ഈ വേർട്ടിക്കൽ ലോഡ്സ് റെസിസ്റ്റ് ചെയ്യാനായിട്ട് വേർട്ടിക്കൽ റിയാക്ഷൻസ് മാത്രം മതി. ഓക്കെ, അതുകൊണ്ടാണ് ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് നമ്മളിവിടെ എടുക്കാതിരുന്നത് സിമ്പിൾ സപ്പോർട്ടിൻ്റെ കേസിൽ. അഗെയിൻ സോ സിമ്പിൾ ബീം ക്വസ്റ്റ്യനിൽ എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയാം, സിമ്പിൾ ബീമിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഒരു നോൺ കൺകറൻറ്റ് ഫോഴ്സ് ആണ് അല്ലേ. അതായത് ഒരു പോയിന്റിലല്ല ആക്ട് ചെയ്യുന്നത്, എല്ലാം ഡിഫറെൻറ്റ് പോയിന്റ്സിലാണ്. ഓക്കെ, അതേപോലെ ഇത് കോപ്ലനാർ ആണ്, പാരലൽ ഫോഴ്സസ് ആണ്. സോ ഇറ്റ് ഈസ് കോപ്ലനാർ പാരലൽ. ഓക്കെ, പാരലൽ ആകാം, നോൺ പാരലൽ ആകാം. ഓക്കെ, ലെറ്റ് ദാറ്റ് ബി എനിത്തിങ്. സോ നോൺ കൺകറൻറ്റ് ഫോഴ്സസിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് നമുക്കറിയാം. സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു 0, സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എം ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, എഫ് എക്സ്, എഫ് വൈ ആൻഡ് മൊമെൻറ്റ്. ഇവിടെ ഇപ്പോൾ വൈ ഡയറക്ഷനിൽ മാത്രമേ ഫോഴ്സ് ഉള്ളൂ, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമേ ഫോഴ്സ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എഫ് വെർട്ടിക്കൽ മാത്രം എടുത്താൽ മതി. ഓക്കെ, എഫ് വെർട്ടിക്കൽ ആൻഡ് മൊമെൻറ്റ് മാത്രം എടുത്താൽ മതി, എഫ് ഹൊറിസോണ്ടൽ എടുക്കേണ്ട. സോ 2 ഇക്വേഷൻസ് മതിയാകും. ദാറ്റ് ഇസ് സിഗ്മ എഫ് വി ഇസ് ഈക്വൽ ടു 0, എഫ് വി എന്ന് വെച്ചാൽ വെർട്ടിക്കൽ. ഓക്കെ, ആൻഡ് സിഗ്മ എം ഈക്വൽ ടു 0. ഈ 2 കണ്ടീഷൻസ് ആണ് എടുക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ സിഗ്മ എഫ് വി ഈക്വൽ ടു 0 കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ വെർട്ടിക്കൽ ഫോഴ്സസ് എല്ലാം കൂടെ ഓൾജിബ്രിക് സം എടുക്കുക, ദാറ്റ് ഇക്വേറ്റ് ഇറ്റ് ടു 0. സോ ഇവിടെ RA ആൻഡ് RB അപ്വേർഡ്സ് ആണ്. സോ ദാറ്റ് ഇസ് പോസിറ്റീവ് ആൻഡ് 10, 6ഉം 4ഉം ഡൗൺവേർഡ്സ് ആണ്. സോ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. ആൻഡ് വി ഗെറ്റ് RA പ്ലസ് RB ഇസ് ഈക്വൽ ടു 20. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. അഗെയിൻ നമുക്ക് മൊമെൻ്റ് എടുക്കുക. ഓക്കെ, സോ സിമ്പിൾ സപ്പോർട്ടിൽ മൊമെൻറ്റ് 0 ആണ്. സോ അബൌട്ട് എയിൽ മൊമെൻറ്റ് എടുക്കുക. സോ ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് എ ഈക്വൽ ടു 0. ഓക്കെ, സോ ഇവിടെ 10 ന്യൂട്ടൺ കാരണമുള്ള മൊമെൻ്റ് എന്ന് വെച്ചാൽ 10 into 1. 10 into 1 ദറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലേ. അതായത് 10 ന്യൂട്ടൺ ഇവിടെ അപ്ലൈ ചെയ്യാൻ നേരത്ത് ഈ ഒരു മെമ്പർ എങ്ങോട്ടേക്കായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ പോസിറ്റീവ്. സോ 10 into 1 പോസിറ്റീവ്. ഓക്കെ, അഗെയിൻ 6ഉം അതുപോലെ തന്നെ 6 into ഡിസ്റ്റൻസ്. 6 ഫോഴ്സ് എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് ആ അപ്ലൈ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ്
2 meter. So 6 into 2. Okay, because we know moment is equal to force into perpendicular distance. So 6 into 2 അതും clockwise rotation ആണ്, and 4 into 3 അതും clockwise rotation ആണ്. Again ഈ RB ഈ റിയാക്ഷൻ കാരണം ഒരു മൊമെൻ്റ് ഉണ്ട്, ആൻഡ് അത് ഏത് ഡയറക്ഷനിലേക്കാണ്? ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനിലേക്കാണ്. സോ ആ മൊമെൻ്റ് നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, സോ നെഗറ്റീവ് RB ഇൻറ്റു 4. RB അതായത് ഈ പോയിന്റിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 4 മീറ്റർ. ഓക്കെ, സോ മൊമെൻറ്റ് ഇതേപോലെ തന്നെ സം ഓഫ് ദി മൊമെൻറ്റും 0യ്ക്ക് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് ആകെ RB ആണ്. സോ RBയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 8.5 ന്യൂട്ടൺ എന്ന് കിട്ടും. ആൻഡ് RA പ്ലസ് RB 20 എന്ന് തന്നിട്ടുണ്ട്. സോ RB നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 8.5 കിട്ടിയിട്ടുണ്ട്. സോ RAയും കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, സോ ഇങ്ങനെയാണ് RA ആൻഡ് RB കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2 സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ? അഗെയിൻ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്യാൻ നേരത്തെ അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ബിക്കോസ് ഡിസ്റ്റൻസിൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് റോങ് ആണെങ്കിൽ കംപ്ലീറ്റ് ആൻസർ തെറ്റും. അതുകൊണ്ട് ഇത് മാർക്ക് ചെയ്യാൻ നേരത്തെല്ലാം കറക്റ്റ് ആയിട്ടാണോ, ഓരോ ഫോഴ്സിൻ്റെ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസസ് ഒക്കെ കറക്റ്റ് ആണോ, ഫോഴ്സ് കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3. Find the force required to move a load of 30 Newton up a rough inclined plane. ഓക്കെ, സോ ഒരു 30 ന്യൂട്ടൺ ലോഡ് ഒരു റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ അപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് മേളിലേക്ക് മൂവ് ചെയ്യണം. ആൻഡ് ഈ ഫോഴ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? അപ്ലൈഡ് പാരലൽ ടു ദ പ്ലെയിൻ. ഓക്കെ, സോ ഇങ്ങനെയാണ്, അതായത് ഒരു 30 ന്യൂട്ടൺ ലോഡ് ഉണ്ട്. ഇറ്റ് ഈസ് ഒരു റഫ് ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ്. അതിനെ നമുക്ക് മേളിലേക്ക് അപ്വേർഡ്സ് മൂവ് ചെയ്യണം. ഓക്കെ, ബൈ അപ്ലൈയിങ് എ ഫോഴ്സ് പാരലൽ ടു ദ പ്ലെയിൻ. ഈ പ്ലെയിനിന് പാരലായിട്ടൊരു ഫോഴ്സ് P അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ P ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അഗെയിൻ ദ ഇൻക്ലിനേഷൻ ഓഫ് ദി പ്ലെയിൻ ഈസ് സച്ച് ദാറ്റ്, ഓക്കെ, സോ ഇൻക്ലിനേഷൻ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സച്ച് ദാറ്റ് വെൻ ദ സെയിം ബോഡി ഈസ് കെപ്റ്റ് ഓൺ എ പെർഫെക്റ്റ്ലി സ്മൂത്ത് പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഇൻക്ലിനേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സെയിം ബോഡി നമ്മൾ വേറെ ഒരു സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഒരു സ്മൂത്ത് പ്ലെയിനിൽ വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ആൻഡ് അപ്ലൈയിങ് എ ഫോഴ്സ്, ഓക്കെ, അറ്റ് എൻ ആംഗിൾ ആൻഡ് എ ഫോഴ്സ് 6 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ വേറെ ഒരു പ്ലെയിനിൽ, സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെച്ചിട്ട് ഒരു 6 ന്യൂട്ടൺ ലോഡ് അതിലേക്ക് അപ്ലൈ ചെയ്യുക അറ്റ് എൻ ആംഗിൾ, അറ്റ് എൻ ഇൻക്ലിനേഷൻ 30 ഡിഗ്രി. ഓക്കെ, ഈ 6 ന്യൂട്ടൺ എത്ര ഇൻക്ലിനേഷൻ 6 ന്യൂട്ടൻ്റെ? അതായത് ഈ ഒരു സർഫസുമായിട്ട്, ഓക്കെ, ടു ദ പ്ലെയിനുമായിട്ട് 30 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് ഈ 6 ന്യൂട്ടൺ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എന്ന് വെച്ചാൽ ഈ 2 ആംഗിളും സെയിം ആണെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ ഒരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും ഈ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും സെയിം ആണ്. അതായത് നമ്മൾ ഈ സെയിം ബോഡി ഒരു സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെച്ചിട്ട് ഒരു 6 ന്യൂട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇക്വിലിബ്രിയത്തിലാകുന്ന ആ ഒരു സെയിം ആംഗിൾ തന്നെയാണ് ഇവിടെ. ഓക്കെ, സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ റീഡ് ചെയ്യുക, അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ ആംഗിൾ ഓഫ് അപ്ലൈഡ് അറ്റ് ആൻ ഇൻക്ലിനേഷൻ എന്ന് പറയുമ്പോൾ ഈ ആൽഫ അല്ല 30 ഡിഗ്രി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഫോഴ്സ് ആണ് 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഇവിടെ അപ്ലൈ ചെയ്തതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിൽ നിന്ന് ഇൻഫർ ചെയ്ത് എടുക്കുക. ഓക്കെ, അഗെയിൻ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അസ്യൂം കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, റഫ് പ്ലെയിനിൽ, അതായത് നമുക്കറിയാം സ്മൂത്ത് പ്ലെയിൻ ആണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ 0 ആണ്. ആൻഡ് റഫ് പ്ലെയിനിൽ എന്തുവാ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, അതായത് മ്യൂവിൻ്റെ വാല്യൂ 0.3 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ വി ഹാവ് ടു ഫൈൻഡ് ഈ P ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ P കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഈ ഒരു ആംഗിള് ആൽഫ എന്ന ആംഗിൾ വേണം. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിലേ നമുക്കിത് റിസോൾവ് ചെയ്തിട്ട് P കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അഗെയിൻ ഇവിടെ ഈ ഒരു കേസ് സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ കേസ് എടുക്കാൻ നേരത്ത് ഇവിടെ ആകെ അൺനോൺ ആയിട്ടുള്ളത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനാണ്. ബാക്കി ലോഡ്സ് ഒക്കെ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു കേസിൽ നിന്ന് ആൽഫ അല്ലെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഈ കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്യണം? ഇവിടേക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, ആൻഡ് ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ പിന്നെ അൺനോൺ ആയിട്ടുള്ളത് P മാത്രമായിരിക്കും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഈ ഒരു തിങ്കിങ് നിങ്ങൾക്ക് എക്സാം ടൈമിൽ ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ചോദിക്കുന്നത്. സോ ഓക്കെ,
ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ബേസിക് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ ആ ലോജിക്ക് യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എക്സാമിന് ഈ ഒരു ലോജിക്ക് വർക്കൗട്ട് ആവുള്ളൂ. അഗെയിൻ അപ്പോൾ 2 കേസസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ആദ്യം നമ്മൾ ആ സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ എടുക്കുക. ഓക്കെ, സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഫ്രിക്ഷൻ ഫോഴ്സ് 0 ആണ്. അതുകൊണ്ട് നമ്മൾ ആ മ്യൂ ആർ എന്നൊരു ടേം അവിടെ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ ഇവിടെ 6 ന്യൂട്ടൺ റിസോൾവ് ചെയ്യുക. ഓക്കെ, 6 cos 30 ആൻഡ് 6 sin 30 എന്ന് റിസോൾവ് ചെയ്യുക. അതേപോലെ 30 ന്യൂട്ടണേയും 30 cos ആൽഫ എന്നും 30 sin ആൽഫ എന്നും റിസോൾവ് ചെയ്യുക. ഓക്കെ, ഈ വാല്യൂ ആൽഫ ആയതുകൊണ്ട് ഇതും എന്തായിരിക്കും ആൽഫ. സോ ഈ വെയിറ്റ് എന്തായിരിക്കും 30 cos ആൽഫ ആൻഡ് ഇത് 30 sin ആൽഫ. ഓക്കെ, സോ ഫസ്റ്റ് ഈ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം കണ്ടീഷനിൽ അതിനെ റിസോൾവ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ ഇതിന് നമ്മൾ ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എലോങ് ആയിട്ട് റിസോൾവ് ചെയ്യുക. സോ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഇവിടെ നമുക്ക് ഈ ആൽഫയുടെ വാല്യൂ മാത്രം മതി. സോ ഓക്കെ, അതായത് ഈ ആറിൻ്റെ വാല്യൂ വേണമെന്നില്ല, കാരണം ആൽഫയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി സോൾവ് ചെയ്യാം. സോ ആൽഫയുടെ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു വേർട്ടിക്കൽ, അതായത് 6 കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ഹൊറിസോണ്ടലി തന്നെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അതായത് ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിന് പാരലലായിട്ട് തന്നെ റിസോൾവ് ചെയ്താൽ മതി. സോ റിസോൾവിങ് ഫോഴ്സസ് അലോങ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ലെങ്കിൽ പാരലൽ ടു ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഫോഴ്സസാണ് വരുന്നത് ഇവിടെ? 6 cos 30. ഓക്കെ, അത് പാരലാണ്. അതുപോലെ തന്നെ 30 sin ആൽഫ. സോ നമുക്ക് എങ്ങനെ കിട്ടും? 6 cos 30 പോസിറ്റീവും ഈ ഡയറക്ഷൻ നെഗറ്റീവും എടുക്കുക. സോ 6 cos 30 മൈനസ് 30 sin ആൽഫ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ അൺനോൺ ആയിട്ട് ആൽഫ മാത്രമേ ഉള്ളൂ. സോ ആൽഫയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. അഗെയിൻ ആൽഫയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടെ അപ്ലൈ ചെയ്യുക. സോ 9.974 എന്നാണ് കിട്ടിയത്. ആ വാല്യൂ ഇവിടെ ഇട്ടിട്ട് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ഇപ്പം നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് പി ആൻഡ് ആർ ആണ്. സോ 2 ഇക്വേഷൻസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, കാരണം ആറിൻ്റെ വാല്യൂ കിട്ടിയാലേ നമുക്ക് ഈ ഒരു വാല്യൂവും കിട്ടുള്ളൂ, ഈ ഹൊറിസോണ്ടൽ ഫ്രിക്ഷൻ ഫോഴ്സ്. ഓക്കെ, അതായത് ഇതിന് പാരലായിട്ടുള്ള ഈ ഫ്രിക്ഷൻ ഫോഴ്സ് കിട്ടുള്ളൂ. സോ ഇവിടെ 2 ഇക്വേഷൻസും വേണം, അതായത് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി റിസോൾവ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് റിസോൾവ് ചെയ്യുക. സോ വി ഗെറ്റ് ആറും അതുപോലെ 30 cos 9.974 അല്ലേ. സോ 6 പോസിറ്റീവ് ആൻഡ് 30 cos അത് താഴേക്കായതുകൊണ്ട് നെഗറ്റീവ്. സോ ആർ മൈനസ് 30 cos 9.974. അവിടെ നിന്ന് നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടും 29.54. അഗെയിൻ ആറിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇത് റിസോൾവ്. ഓക്കെ, നമ്മൾ അതായത് ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ എലോങ് ആയിട്ട് റിസോൾവ് ചെയ്യുക. സോ റിസോൾവിങ് എലോങ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ എലോങ് ആയിട്ട് ഏതൊക്കെ ഫോഴ്സസ് ഉണ്ട്? 3 ഫോഴ്സാണുള്ളത്. 1 is P, പിന്നെ ഈ 30 ന്യൂട്ടൻ്റെ ഓക്കെ ഈ ഒരു കമ്പോണൻറ്റ് ആൻഡ് ഫ്രിക്ഷൻ ഫോഴ്സ്. ഓക്കെ, ഇപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സും അതുപോലെ ഈ വെയിറ്റിൻ്റെ കമ്പോണൻറ്റും ലെഫ്റ്റിലേക്കാണ്. സോ നെഗറ്റീവായിട്ട് എടുക്കാം ആൻഡ് പി പോസിറ്റീവായിട്ടും. ഓക്കെ, ആൻഡ് സോ പി മൈനസ് 0.3 ആർ മൈനസ് 30 sin 9.974 ഇസ് ഈക്വൽ ടു 0. ആറിൻ്റെ വാല്യൂ ഓൾറെഡി കിട്ടിയതാണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഗെറ്റ് ദി വാല്യൂ ഫോർ പി. ഓക്കെ, സോ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സോ 2 കേസസും അപ്ലൈ ചെയ്യുക. ഫൈൻഡ് ദി വാല്യൂ ഫോർ പി. Again, next question. For the beam with the loading shown, determine the reaction at the support. Okay, ഇത് 2019 തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ആൻഡ് ഇത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ ബീം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ബീമിൽ ഏതൊക്കെ സപ്പോർട്ട് ആണ് ഉള്ളതെന്ന് നോക്കാം. സോ ഇവിടെ ഇതൊരു ഹിഞ്ച്ഡ് അല്ലെങ്കിൽ സിമ്പിൾ സപ്പോർട്ടാണ്. ഓക്കെ, ആൻഡ് ഹിഞ്ച്ഡ് പിൻഡ് സിമ്പിൾ. ഓക്കെ, എല്ലാത്തിനും ഇങ്ങനെ തന്നെയാണ്. ആൻഡ് ഇവിടെ ഒരു റോളർ സപ്പോർട്ടാണ്. സോ റോളർ സപ്പോർട്ട് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, സോ ദിസ് ഇസ് എ റോളർ സപ്പോർട്ട്. സോ റോളർ സപ്പോർട്ടിൽ നമുക്കറിയാം. ഓക്കെ, ഒരു റോളർ സപ്പോർട്ടിലാകുമ്പോൾ ഇങ്ങനെ ഒന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും റോളർ സപ്പോർട്ട് കാണിക്കുക. ഓക്കെ, സോ റോളർ സപ്പോർട്ടിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു റോളർ ഷെയർ കൺസിഡർ ചെയ്താൽ ഓക്കെ അതിൽ ഏത് ലോഡ് മാത്രമാണ് എടുക്കുന്നത്? ഒരു റോളർ ഷെയർ വേർട്ടിക്കൽ ലോഡേ എടുക്കുകയുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു റോളിംഗ് ചെയറിൽ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ റോളിംഗ് ചെയർ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും അല്ലേ. അതായത് അതിന് ഹൊറിസോണ്ടൽ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ,
ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അതേപോലെ നമ്മൾ റൊട്ടേറ്റും ചെയ്യാൻ പറ്റും. ഒരു റോളിംഗ് ചെയർ ആണെങ്കിൽ അതിനെ റൊട്ടേറ്റ് ചെയ്താൽ അത് റൊട്ടേറ്റും ആകും. അപ്പോൾ ഇത് റോളിംഗ് ചെയറിൽ ഏത് മോഷനാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്? ഓക്കെ, വെർട്ടിക്കൽ മോഷനാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അതായത് വെർട്ടിക്കൽ ലോഡ് റെസിസ്റ്റ് ചെയ്യും. നമ്മൾ ഇപ്പോൾ ഒരു റോളിംഗ് ചെയറിൽ ഇങ്ങനെ ഒരു റോളിംഗ് ചെയറിൽ എടുത്തിട്ട് ഇതിൽ നമ്മളൊരു വെർട്ടിക്കൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ റോളിംഗ് ചെയർ ആ വെർട്ടിക്കൽ ഫോഴ്സ് എടുക്കും. അത് റെസിസ്റ്റ് ചെയ്യാനുള്ള പവറുണ്ട്. അതായത് അതെങ്ങനെയാണ്? ഇപ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്കൊരു റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വെർട്ടിക്കൽ ലോഡ് ഈ റോളിംഗ് ചെയറിലേക്ക് വരുന്ന വെർട്ടിക്കൽ ലോഡ് അത് റെസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ റോളേഴ്സിൻ്റെ കേസിൽ അപ്പോൾ റോളേഴ്സ് സപ്പോർട്ടാണെങ്കിൽ റോളേഴ്സ് സപ്പോർട്ട് ഏത് ലോഡ് മാത്രമാണ് എടുക്കുന്നത്? വെർട്ടിക്കൽ ലോഡ് മാത്രമാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. സോ അതിനുള്ള റിയാക്ഷൻ വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമായിരിക്കും. ഓക്കെ, എഗെയിൻ നമുക്കറിയാം ഫിക്സ്ഡ് സപ്പോർട്ടാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതെങ്കിൽ, യൂഷ്വലി ചോദിക്കാറില്ല, എന്നാലും ഫിക്സ്ഡ് സപ്പോർട്ടാണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെയാണ്? ഫിക്സ്ഡ് സപ്പോർട്ട് നമുക്കറിയാം ഒരു ലോഡും തന്നെ ഫിക്സ്ഡ് സപ്പോർട്ട്. ഓക്കെ, അതായത് ഫിക്സ്ഡ് സപ്പോർട്ടിൽ ഇപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ലോഡ് കൊടുത്താൽ അത് മൂവ് ചെയ്യില്ല, വെർട്ടിക്കൽ ലോഡ് കൊടുത്താൽ മൂവ് ചെയ്യില്ല, എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. അതേപോലെ റൊട്ടേഷനും എന്ത് ചെയ്യാം? റൊട്ടേറ്റ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, സോ അതിൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് റെസിസ്റ്റ്. ഓക്കെ, സോ ഫിക്സ്ഡ് സപ്പോർട്ടാണെങ്കിൽ ഇത് റെസിസ്റ്റ്. ഓക്കെ, അതായത് പ്രിവെൻറ്റ് വെർട്ടിക്കൽ ഫോഴ്സ്, ഇറ്റ് റെസിസ്റ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ്. ഓക്കെ, ഇറ്റ് റെസിസ്റ്റ് horizontal force and it resists the rotation. അപ്പോൾ ഇത് മൂന്നും റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് 3 റിയാക്ഷൻസ്, അതായത് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ആൻഡ് മൊമെൻ്റ് അവിടെ ഉള്ളത്. ഓക്കെ, സോ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, അതായത് റോളർ സപ്പോർട്ടാണെങ്കിൽ അവിടെ അതായത് വെർട്ടിക്കൽ മോഷൻ മാത്രമാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്, അതായത് ഇത് വെർട്ടിക്കൽ ലോഡ് മാത്രമാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അഗെയിൻ ബീമിൻ്റെ കേസിൽ പറയുകയാണ്, ഓക്കെ സിമ്പിൾ സപ്പോർട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹിഞ്ച്ഡ് അല്ലെങ്കിൽ പിൻഡ് സപ്പോർട്ടാണെങ്കിൽ ഇറ്റ് ക്യാൻ ടേക്ക് ഹൊറിസോണ്ടൽ. ഓക്കെ, ഇറ്റ് റെസിസ്റ്റ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലോഡ്സ്. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെയാണ് റിയാക്ഷൻസ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പിൻഡിൻ്റെയും ഹിഞ്ച്ഡിൻ്റെയും കേസിൽ. ആൻഡ് റോളറിൻ്റെ കേസിൽ അതിന് ഇങ്ങനെയൊരു റിയാക്ഷൻ. ഓക്കെ, അതിന് അതായത് ആ റോളറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള റിയാക്ഷൻ മാത്രമാണ്, ആ റോളറിലേക്ക് വരുന്ന പെർപെൻഡിക്കുലർ ലോഡ്, ട്രാൻസ്വേഴ്സ് ലോഡ് മാത്രമാണ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഈ കേസിൽ ഇപ്പോൾ എങ്ങനെ വരും? ഇവിടെ ഇവിടെ 2 ഫോഴ്സസ് വരും. ദെൻ ഇവിടെ 2 റിയാക്ഷൻസ് വരും, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. അപ്പോൾ ഇവിടെ നമുക്കത് എങ്ങനെ മാർക്ക് ചെയ്യാം? RAV. ഓക്കെ, RA വെർട്ടിക്കൽ ആൻഡ് RA ഹൊറിസോണ്ടൽ, RAH. അങ്ങനെ 2 റിയാക്ഷൻസ് വരും. അതേപോലെ ഇവിടെ ഏത് റിയാക്ഷനാണ് വരുന്നത്? റോളറാണ്. സോ റോളറിന് അതിന് ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ലോഡ് റെസിസ്റ്റ് ചെയ്യും. സോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു റിയാക്ഷനേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, സോ അത് നമുക്ക് ഈ പോയിന്റ് D എന്ന് കൊടുക്കാം. ഓക്കെ, സോ ABC and D. സോ ഇത് നമുക്ക് RD എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിന് അഗെയിൻ ഈ ഒരു സപ്പോർട്ട് ഇൻക്ലൈൻഡ് ആണ്. ഓക്കെ, ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റിയാക്ഷൻ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആയിട്ട് റിസോൾവ് ചെയ്യാമല്ലോ. ഓക്കെ, അതിന് നമുക്ക് എന്താ വേണം? ആംഗിളാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആംഗിൾ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ ഇൻക്ലിനേഷൻ്റെ ആംഗിൾ 26.56 എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. സോ അത് ഡയറക്റ്റ്, അതായത് ഇവിടെ ഈ ആംഗിൾ 26 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 26.56. ഓക്കെ, അതായത് ഇങ്ങനെ ഈ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആംഗിൾ അറിയാലോ, സെയിം തന്നെ ആയിരിക്കില്ലേ? അതായത് ഈ ആംഗിൾ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഈ ആംഗിൾ എത്രയായിരിക്കും? 26.56. സോ അഗെയിൻ ഈ ആംഗിൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പകരം ഇങ്ങനെ ഒരു സ്ലോപ്പാണ് തന്നിരിക്കുന്നതെങ്കിൽ ഓക്കെ ഇങ്ങനെയായിരിക്കും. ചിലപ്പോൾ ഈ ആംഗിൾ തരണമെന്നില്ല, ഇങ്ങനെ ഒരു സ്ലോപ്പ് ആയിരിക്കും തരുന്നത്, 2, 1 അങ്ങനെ 2 സൈഡ്സ് ആയിരിക്കും തരുന്നത്. അപ്പോൾ അങ്ങനെ 2 സൈഡാണ് തരുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇതിൻ്റെ ഒരു സൈഡ് 1 ആൻഡ് വേറൊരു സൈഡ് 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈൻ നമുക്ക് ഈ ഒരു ആംഗിളാണ് വേണ്ടത് അല്ലേ? ഈ ആംഗിളാണ് വേണ്ടത്. ദാറ്റ് മീൻസ് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ നേരത്ത് ഈ ആംഗിളാണ്
അല്ലേ? ദിസ് ആംഗിൾ ഈസ് സെയിം ആസ് ദിസ് ആംഗിൾ, ഈ ട്രയാങ്കിളിൻ്റെ ഈ ഒരു ആംഗിൾ. ഓക്കെ, സോ ഈ ആംഗിൾ എങ്ങനെ കിട്ടും? ഓപ്പോസിറ്റ് സൈഡ്, സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, സോ അവിടെ നിന്ന് സൈൻ ഇൻവേഴ്സ് 1/2 ചെയ്യാൻ നേരത്ത് ഈ ആൻസർ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. സോ തന്നിട്ടില്ലെങ്കിൽ സൈൻ തീറ്റ, ഓക്കെ, അതായത് ഈ ആംഗിൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. എഗെയിൻ, സോ ഇവിടെ ആംഗിൾ തന്നിട്ടുള്ളതുകൊണ്ട് ഇതെന്തായിരിക്കും? ആർ ഡി വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് വെച്ചാൽ വെർട്ടിക്കൽ റിയാക്ഷൻ എന്തായിരിക്കും? ആർ ഡി കോസ് 26.56 ആൻഡ് ഇത് ആർ ഡി സൈൻ 26.56. അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ അഗെയിൻ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു ലോഡുണ്ട്. സോ ഇൻക്ലൈൻഡ് ലോഡ് ഉള്ളത് കൊണ്ട് ഇവിടെ ആ ഇൻക്ലൈൻഡ് ലോഡിനെ നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കലായിട്ട് കൺവേർട്ട് ചെയ്യുക. സോ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അതായത് എല്ലാത്തിനെയും വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിപ്പോൾ ഫോഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സപ്പോർട്ട് ആണെങ്കിലും, ഓക്കെ, റിയാക്ഷൻസ് ആണെങ്കിലും അതിനെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ആയിട്ട് മാറ്റുക. സോ ഫൈനലി നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇവിടെ ആർ ഡി സൈൻ 26.56, ആർ ഡി കോസ് 26.56 ആൻഡ് ഇത് ആർ എ എച്ച്, ആർ എ വി. ഓക്കെ, അഗെയിൻ ഫോഴ്സസും മാർക്ക് ചെയ്യുക. 100 സൈൻ 45, 100 കോസ് 45 ആൻഡ് 150. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത് മാർക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് അതായത് കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്സ് വരാതെ നോക്കുക. സോ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു ബീമിൻ്റെ പ്രോബ്ലം ആണ് ചെയ്യുന്നതെങ്കിൽ ഇക്വിലിബ്രിയം ഇക്വേഷൻസ്, ഓക്കെ, കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. സോ ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ട്, വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എഫ് വിയും എഫ് എച്ചും, ഓക്കെ, ഫോഴ്സസ് അലോങ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ രണ്ടും എടുക്കുക. എഫ് എക്സ് ആൻഡ് എഫ് വൈ 0, പിന്നെ മൊമെൻറ്റ് 0. ഓക്കെ, സോ ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. എഫ് വി ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. സോ എഫ് വി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വെർട്ടിക്കൽ വരുന്ന ഫോഴ്സസ്? റിയാക്ഷൻ 100 സൈൻ 45, ദെൻ ഈ രണ്ട്, ഓക്കെ, ഈ റിയാക്ഷനും ഈ ഫോഴ്സും. സോ ഇങ്ങനെ 4 ഫോഴ്സസ് ആണ് വെർട്ടിക്കൽ വരുന്നത്. അപ്പോൾ ഇതിൽ സൈൻ കൺവെൻഷൻസ് അപ്ലൈ ചെയ്യുക. അതായത് മേളിലേക്കാണെങ്കിൽ പോസിറ്റീവ്, ഡൗൺവേർഡ് ആണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, അത് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ആർ എ വി പോസിറ്റീവ്, ദെൻ ആർ ഡി കോസ് 26.56 അതും പോസിറ്റീവ് ആൻഡ് ഇത് രണ്ടും നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അഗെയിൻ എഫ് എച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ എഫ് എച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ഫോഴ്സസ് ആർ എ എച്ച് 100 കോസ് 45 ആൻഡ് ആർ ഡി സൈൻ 26.56 അപ്ലൈ ചെയ്യുക. സോ വി ആർ ഗെറ്റിംഗ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഒരു ഇക്വേഷൻ അവിടെയും കിട്ടും. അഗെയിൻ സിഗ്മ എം ഈക്വൽ ടു 0 നോക്കുക. സോ സിഗ്മ എം ഈക്വൽ ടു 0, മൊമെൻറ്റ് അബൌട്ട് എ നമുക്ക് എടുക്കാം. ഓക്കെ, എ സിമ്പിൾ സപ്പോർട്ടാണ്. സോ സിമ്പിൾ സപ്പോർട്ടിൽ മൊമെൻറ്റ് 0 ആയിരിക്കും. സോ അവിടുത്തെ മൊമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ 100 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. ഓക്കെ, ബാക്കി അതായത് ഈ ഫോഴ്സസ്, ഈ ഹൊറിസോണ്ടൽ ഫോഴ്സസും എടുക്കേണ്ട, അതുപോലെ ഈ ഒരു റിയാക്ഷൻ എടുക്കേണ്ട, ബിക്കോസ് ഇതെല്ലാം ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എയിൽ കൂടെ പാസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ ഫോഴ്സ്, ഇത് അതേപോലെ ഈ ഫോഴ്സ്, ഇത് മൂന്നും എടുക്കേണ്ട, പിന്നെ ഈ റിയാക്ഷനും എടുക്കേണ്ട മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ബിക്കോസ് 0 ആയി പോകും. ഓക്കെ, അഗെയിൻ 100 സൈൻ 45 ഇൻറ്റു 1, സോ അത് ക്ലോക്ക് വൈസ് ആണ്. ആൻഡ് 150 ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് 3.5 എന്ന് വരും, അതും പോസിറ്റീവാണ്. ആൻഡ് ആർ ഡി കോസ് 26.56 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. ഓക്കെ, ആൻഡ് ഇത് എങ്ങനെയായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, സോ നെഗറ്റീവ്. സോ ഇവിടെ നിന്ന് നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് ആർ ഡി മാത്രമാണ്. സോ ആർ ഡിയുടെ വാല്യൂ കിട്ടുമല്ലോ, ആർ ഡിയുടെ വാല്യൂ കിട്ടി. ഓക്കെ, റിയാക്ഷൻ ഡിയിലുള്ള റിയാക്ഷൻ കിട്ടി. അഗെയിൻ സോ ഈ ഡിയിലെ റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആർ എ എച്ച് കിട്ടും, അല്ലേ? സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 2 വി ഗെറ്റ് ആർ എ എച്ച്. ഓക്കെ, അഗെയിൻ അതേപോലെ തന്നെ ഈ ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ആർ ഡിയുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിലേക്ക്, ഇതായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ. സോ ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ നേരത്ത് ആർ എ വിയും കിട്ടും. ഓക്കെ, സോ വി ആർ ഗെറ്റിംഗ് ആർ എ എച്ചും കിട്ടി, ആർ എ വിയും കിട്ടി. ഓക്കെ, എഗെയിൻ നമുക്ക് റിയാക്ഷൻ അറ്റ് എ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ഇവിടുത്തെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ റിസൾട്ടൻറ്റ് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് എയിലുള്ള ടോട്ടൽ റിയാക്ഷൻ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? റിസൾട്ടൻറ്റ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഫോഴ്സ് ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ സ്ക്വയർ പ്ലസ് സം ഓഫ് ദി ഫോഴ്സസ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ അതിൻ്റെ സ്ക്വയർ.
ഓക്കെ, സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ എന്ന് എടുക്കില്ലേ, അതേപോലെ തന്നെ. ഇപ്പോൾ സ്ക്വയർ എടുക്കുക, കിട്ടിയ വാല്യൂസ് അപ്ലൈ ചെയ്യുക, വി ആർ ഗെറ്റിംഗ് ദ റിസൾട്ടൻറ്റ് റിയാക്ഷൻ അറ്റ് എ. സോ എയിലെ റിയാക്ഷൻ ആർ എ എന്ന് പറയുമ്പോൾ എന്ത് വരും? 102.18 ആൻഡ് ആർ ഡി നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, അതും എഴുതുക. ആർ ഡി 133.19. അഗെയിൻ നിങ്ങൾക്ക് ഇൻക്ലിനേഷൻ കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഈ ആർ എ എന്നൊരു ഇൻക്ലിനേഷൻ ഒരു പെർട്ടിക്കുലർ ആംഗിളിലായിരിക്കും ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഇങ്ങനൊരു ആർ എ ഒരു പെർട്ടിക്കുലർ ആംഗിളിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ടാൻ ഇൻവേഴ്സ് സിഗ്മ ആർ എ എച്ച്, സോറി ആർ എ വൈ ആണ് കേട്ടോ ഇത്. സോ സിഗ്മ ആർ എ വൈ, ആർ എ വി വേർട്ടിക്കൽ ആർ എ വി ബൈ ആർ എ എച്ച്. ഓക്കെ, അത് ചെയ്യാൻ നേരത്ത് ടാൻ ഇൻവേഴ്സ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആംഗിൾ കിട്ടും. സോ ആംഗിൾ നമുക്കറിയാം എപ്പോഴും മെഷർ ചെയ്യുന്ന ഹൊറിസോണ്ടലി എന്നുള്ള ആംഗിളാണ്. സോ ഹൊറിസോണ്ടലി എന്നുള്ള ആംഗിൾ 83.53. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അതായത് ഇങ്ങനെ ഹൊറിസോണ്ടലി എന്നുള്ള ആംഗിൾ 83.53 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വേർട്ടിക്കലി എന്നുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് 83.53, ദറ്റ് ഈസ് 6.26. ഓക്കെ, ഇതാണ് കിട്ടുന്നത്. ക്ലിയർ?